നടൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി പറയുന്നു, ശനിയും ഞായറും ഒന്നും അറിയാതെയായി. ഇത് അഹങ്കാരമല്ല, തിരക്കാണ്. മാനേജറുള്ളതുകൊണ്ട് എല്ലാം ശരിയായി പോകുന്നു. ഒന്ന് രക്ഷപ്പെട്ടു വരികയാണ്. അതുകൊണ്ട് തന്നെ സമയവും ദിവസവും അറിയാതെ കുതിക്കുകയാണ് രേണു. ശനിയും ഞായറുമൊന്നും എനിക്കറിയില്ല. ഡേറ്റ് മാനേജർ ഓർമ്മിപ്പിച്ചു വെക്കുന്നതുകൊണ്ട് അറിയാം. 26-ാം തീയതി, 28-ാം തീയതി എന്നൊക്കെ അറിയാം. ഉദ്ഘാടനങ്ങളുമായി നല്ല തിരക്കാണ്. സന്തോഷം. എന്തായാലും ഞാൻ ഉദ്ഘാടനം ചെയ്ത എല്ലാ സ്ഥാപനങ്ങളും ദൈവാനുഗ്രഹത്താൽ നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ടെന്നാണ് അറിയുന്നത്. വരാനിരിക്കുന്ന സിനിമകളെക്കുറിച്ചും ആൽബത്തെക്കുറിച്ചും രേണുസുധി പറയുന്നത് ഇങ്ങനെ: ദാസേട്ടൻ കോഴിക്കോടും ഞാനും അഭിനയിക്കുന്ന ആൽബം 30-ാം തീയതിയാണെന്ന് തോന്നുന്നു ഷൂട്ട്. ഞങ്ങൾ കുറെ നാളായി ഒരുമിച്ച് അഭിനയിച്ചിട്ട്. പിന്നെ നിതീഷ് കെ നായർ സംവിധാനം ചെയ്യുന്ന ചേഞ്ച് എന്ന സിനിമ. രജിത് കുമാർ സാർ ഉണ്ട് ആ സിനിമയിൽ. പിന്നെ ശിവാജി ഗുരുവായൂർ സാറും അദ്ദേഹത്തിന്റെ മകനുമുണ്ട് ചിത്രത്തിൽ. വലിയ ഒരു താരനിര തന്നെ ആ സിനിമയിലുണ്ടെന്നാണ് അറിയുന്നത്. കൂടാതെ സൈജു കുറുപ്പും. അതിന്റെ ഡബ്ബിങ്ങിന് ഇന്നെന്നെ വിളിച്ചതേയുള്ളൂ. നാളെ മുതൽ ഡബ്ബിംഗ് തുടങ്ങുകയാണ്. തിയേറ്റർ റിലീസായിരിക്കും ചിത്രം. അതിൽ നല്ലൊരു കഥാപാത്രത്തെയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. പിന്നെ രഞ്ജിത്ത് സിയ സംവിധാനം ചെയ്യുന്ന നിശ്ചയം എന്ന സിനിമ. കല്യാണം പശ്ചാത്തലമാക്കുന്ന സിനിമയാണത്. അതിൽ ചെക്കൻ്റെ സഹോദരിയുടെ റോളാണ്. അതും ഇറങ്ങാനുണ്ട്. അതിൻ്റെ ഡബ്ബിംഗ് കഴിഞ്ഞു. പിന്നെയുള്ളത് ദയാവധം എന്ന സിനിമ. അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്നതേയുള്ളൂ എന്നും രേണുസുധി പറയുന്നു. വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ ഇംഗ്ലീഷ് എപ്പോഴെങ്കിലും പഠിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് രേണുവിൻ്റെ പ്രതികരണം ഇങ്ങനെ: ബഹ്റൈനിൽ ഒക്കെ പോകുമ്പോൾ എന്ത് ഇംഗ്ലീഷ് പഠിക്കാനാ? ഹായ് ഹലോ എന്നുപോലെ. ഇംഗ്ലീഷ് അത്യാവശ്യം അറിഞ്ഞിരിക്കണം. അതുമാത്രമാണ് രേണുസുധി പറഞ്ഞു നിർത്തുന്നത്. ഫിലിം കോട്ട്. നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ്. സബ്സ്ക്രൈബേഴ്സ് 10 ലക്ഷം കടന്നിരിക്കുന്നു. സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തോ. നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.